പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. മെജോറിറ്റി ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലർക്കും ഈ രാവിലെ എഴുന്നേറ്റ ഉടനെ അവരുടെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങള്, വീട്ടിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ അവരുടെ മനസ്സിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യും. അതിനേക്കാൾ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം എന്ന് പറയുന്നതും ഒരു ബുക്കിലെ ഒരു വെള്ള പേജ് പോലെ തന്നെയാണ്. നമ്മൾ എന്താണോ അവിടെ കുത്തിക്കുറിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത്, ഏറ്റവും വർത്തായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണ്, ആ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബുക്കിലേക്ക് നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ആ ഒരു ദിവസം നമുക്ക് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അതായത് നമ്മുടെ മൈൻഡിന് രണ്ട് വശമുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, രണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പൊ ഇവിടെ ഈ നെഗറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പർപ്പസ് എന്താണോ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ദിവസത്തെ നമുക്ക് പോസിറ്റീവ് ആക്കുവാൻ കഴിയും. അത് ഒരൊറ്റ ദിവസം കൊണ്ട് അത് സംഭവിക്കണമെന്നില്ല. കുറച്ച് ദിവസം നമ്മൾ അതിനെക്കുറിച്ച് തന്നെ നിരന്തരമായിട്ട് ബുക്കിലേക്ക് എഴുതിക്കൊണ്ടേയിരിക്കുമ്പോൾ അതൊരു സ്ക്രിപ്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ കടന്നുപോകും. പിന്നീട് നമ്മുടെ മനസ്സ് തന്നെ ആ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് എന്താണോ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓരോ ദിവസവും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും.